Good morning, all. Good morning. Okay, good morning. ഇപ്പോൾ 2 ദിവസം അവധിയൊക്കെ കിട്ടി. എന്തായാലും എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലേ? വായിച്ചോ? 2 ദിവസം എടുത്തത് വായിച്ചു. ഓക്കെ, നമ്മൾ എവിടെ വരെ അടുത്ത് നിർത്തിയത്? നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടൊന്നുമില്ല. ഓക്കെ, നേച്ചർ ഓഫ് HRM ആണ് നമ്മൾ എടുത്തത് അല്ലെ? അതിലെ എത്ര പോയിന്റ്സ് വരെയാണ്? 8th പോയിന്റ് വരെയാണ് അല്ലെ ഡിസ്കസ് ചെയ്തത്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ HRMന്റെ മറ്റ് സവിശേഷതകളിലേക്ക് പോകാം. ഓക്കെ, തീർച്ചയായിട്ടും ഓർഗനൈസേഷനിൽ അല്ലെ അവിടെ HRM ഡിപ്പാർട്ട്മെന്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവരുടെ റോൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്കില്ലുകൾ അവിടെയുള്ള എംപ്ലോയീസിന്റെ സ്കില്ലൊക്കെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനും അതനുസരിച്ചിട്ട് തന്നെ ഓർഗനൈസേഷന്റെ ഗോൾ എന്താണോ അത് നേടിയെടുക്കാനായിട്ടും സാധിക്കും അല്ലെ? അപ്പൊ അതിനെ പലതരത്തിലുള്ള സവിശേഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അല്ലെ പ്രത്യേകമായിട്ടുള്ള ഏബിളായിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സ്കില്ലോട് കൂടിയിട്ടുള്ള HRM ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇത്തരത്തില് എംപ്ലോയിയുടെ പല പല കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നത്. ഓക്കെ, നമുക്കറിയാം പലതരത്തിലുള്ള സർവീസുകളെ കുറിച്ച് അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അല്ലെ ഫ്യൂച്ചറിനെ ഫോഴ്സ് ചെയ്ത് അവിടെയൊക്കെ എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിനെ എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള പലതരത്തെ അല്ലെ സർവ്വവ്യാപിയായിട്ട് അതായത് ഒരു ഓർഗനൈസേഷനിൽ ജസ്റ്റ് ഒരു റൂമില് എന്താ പറയാ അവിടെ തന്നെ കഴിച്ചു കൂട്ടിയിട്ട് വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം വിചാരിച്ച റിസൾട്ട് അല്ലെങ്കിൽ എംപ്ലോയി എഫിഷ്യന്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ? എംപ്ലോയിയുടെ ഇടയിൽ നടന്ന് അവരുടെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താന്നൊക്കെ കൃത്യമായിട്ട് അല്ലെ അതിന് പലതരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോകണം. തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഓക്സിലിയറി സർവീസ് എന്താണ്? ഓക്സിലിയറി സർവീസ് എന്ന് പറയുന്നത് ഒരു സഹപ്രവർത്തകൻ അല്ലെ? ഒരു കൃത്യമായിട്ട് നമുക്കറിയാം ഒരു സഹായകമായിട്ട് നിലകൊള്ളേണ്ട ഒരു വ്യക്തിത്വം, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് HRM എന്ന് പറയുന്നത്. നോക്കാം, HR departments exists to assist and advise the line or operating managers to do their individual work more efficiently, effectively. ഓക്കെ, നമുക്കറിയാം ഫലപ്രദമായിട്ട് ഓരോ എംപ്ലോയീസും ഓരോ ഇൻഡിവിജ്വലും ഓക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം നമ്മുടെ ഇൻഡിവിജ്വൽസ് അല്ലെ നമ്മുടെ സ്വന്തം എംപ്ലോയീസ് ആണെന്നുള്ള ആ ഒരു മര്യാദയോട് കൂടിയിട്ട് ആ ഒരു രീതി തന്നെ അവലംബിച്ച് ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ അല്ലെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് നിങ്ങൾ ഇങ്ങനെ ഡീൽ ചെയ്ത് നോക്കൂ അല്ലെ ഇൻ കേസ് പ്രൊഡക്ഷൻ നന്നായിട്ട് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ അല്ലെ ഇന്ന രീതിയിലൊക്കെ ഫോളോ ചെയ്ത് നോക്കൂ. നല്ലൊരു അസിസ്റ്റന്റ് നല്ലൊരു ഉപദേശകനൊക്കെ ആയിട്ട് നിലകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ നമ്മുടെ മേലുദ്യോഗസ്ഥരൊക്കെ നമ്മളോട് നല്ല ചേർന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ട് എല്ലാ എംപ്ലോയീസും തയ്യാറാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അവരോട് അല്ലെ അവർ ഇൻ കേസ് അടിച്ചേൽപ്പിക്കുന്ന കുറെ ഉപദേശവും അല്ലെങ്കിൽ കുറെ കമാൻഡും ഓർഡറൊക്കെയാണ് കൊണ്ടുവരുന്നെങ്കിൽ എംപ്ലോയീസ് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെ? തീർച്ചയായിട്ടും മാനേജേഴ്സ് അല്ലെങ്കിൽ അവിടെ HR ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവരൊക്കെ നല്ല രീതിയിൽ ഉപദേശങ്ങളൊക്കെ എന്താണ് എംപ്ലോയീസിന് അവിടെയുള്ള എഫിഷ്യന്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് പകർന്നു കൊടുക്കുകയും അവരെ ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അല്ലെ? അങ്ങനെ ഒരു ഓക്സിലിയറി സർവീസും അവിടെ പ്രദാനം ചെയ്യണം. HR manager is a specialist advisor. It is a staff function. ഓക്കെ, അവരെ സ്റ്റാഫിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ കൂടിയാണ്. അതായത് ആ ഒരു ലേബലിൽ ഇരിക്കുന്ന HR ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന വർക്ക് ചെയ്യുന്നവര് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സ്പെഷ്യൽ അഡ്വൈസർ കൂടിയായിരിക്കണം അല്ലെ? ഒരു പ്രത്യേക ഉപദേശകനും കൂടിയായിരിക്കണം. എന്താണ് പ്രത്യേക ഉപദേശകനാവണം എന്ന് പറയുന്നത്? അതായത് എംപ്ലോയീസിനെ അല്ലെ നല്ല എഫിഷ്യന്റ് ആക്കി എടുക്കാനായിട്ട് ചിലപ്പോൾ അടിച്ചേൽപ്പിക്കുമ്പോഴോ ഒരുപാട് ഉപദേശം അവർക്ക് ഫോഴ്സ് ചെയ്ത് കൊടുക്കുമ്പോഴോ ഒന്നും ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ അവരുടെ ആ രീതിക്ക് അനുസരിച്ചിട്ട് അവർ ഏത് രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി തന്നെ അവർ അഡ്വൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
പോയിന്റ് ഹെഡിങ്സ് പഠിച്ചു പോവാ. നമ്മളിപ്പോ കണ്ടത് ഏതാണ്? ഓക്സിലിയറി സർവീസ്, അഡ്വൈസ് ഓർത്ത് വെച്ചാൽ മതി. അഡ്വൈസിങ് സർവീസ് തീർച്ചയായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അവൈലബിൾ ആക്കണം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇന്റർ ഡിസിപ്ലിനറി ഫംഗ്ഷൻ. എന്താണ് ഇന്റർ ഡിസിപ്ലിനറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നോക്കാം. HRM is a multidisciplinary practice that utilizes knowledge and information from psychology, sociology, anthropology, economics, etc. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളിപ്പോ പറഞ്ഞ മാതിരി അവരുടെ അഡ്വൈസ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അല്ലെ. ഒരു എംപ്ലോയി തീർച്ചയായിട്ടും കുറെ ലക്ഷ്യങ്ങൾ, ഓരോ എയിമൊക്കെ ആയിട്ടായിരിക്കും അവിടെ വർക്ക് ചെയ്യാൻ വരുന്നത്. അവർക്ക് സാമ്പത്തികമായിട്ട് ഇന്ന ലക്ഷ്യങ്ങളും അവര് ഉദ്ദേശിക്കുന്നുണ്ടാവും. അതേമാതിരി ഇന്ന് സമൂഹത്തിൽ നല്ല പേര് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. മാനസികമായിട്ടുള്ള ഒരു അല്ലെ സ്ട്രെസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അല്ലെ, ബിഹേവിയറലായിട്ടുള്ള ആവശ്യങ്ങൾ തീർച്ചയായിട്ടും സൈക്കോളജിക്കൽ ആയിക്കോട്ടെ, സോഷ്യോളജിക്കലായിട്ട്, ആന്ത്രപ്പോളജി ആൻഡ് എക്കണോമിക്സ് അല്ലെ, അത്തരത്തിലുള്ള ഏത് കാര്യങ്ങളും അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അല്ലെ, അതും കൂടി ഒരു ബഹുമുഖ പ്രതിഭയായിരിക്കണം HRM ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് തീർച്ചയായിട്ടും എംപ്ലോയിനെ കയ്യിലെടുക്കണം അല്ലെ. എംപ്ലോയീസിനെ കയ്യിലെടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരെ കൊണ്ട് അവരുടെ വർക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയും വേണം. ഓക്കെ, അപ്പൊ അവരെ തീർച്ചയായിട്ടും സംതൃപ്തിപ്പെടുത്താനായിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരെ ആഗ്രഹിക്കുന്ന എന്താണോ. ചിലപ്പോൾ ചിലരൊന്നും ഫിനാൻഷ്യലി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫിനാൻഷ്യലി മാത്രം അല്ലെ ലക്ഷ്യമിട്ടുകൊണ്ട് ചിലപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് വരുന്നവരായിരിക്കില്ല. ഓക്കെ, അവർ ചിലപ്പോൾ വേണമെങ്കിൽ നല്ല അല്ലെ സ്മാർട്ടായിട്ട് ഇനിയും ഉള്ള കാലഘട്ടങ്ങളിൽ നല്ല വലിയ സമ്മർദ്ദമൊന്നും ഇല്ലാതെ അല്ലെ, നല്ല സൈക്കോളജിക്കലി അതേമാതിരി തന്നെ സോഷ്യോളജിക്കലി അല്ലെ അറിയപ്പെടണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടൊക്കെ വരുന്നവരായിരിക്കും. സോ അതെന്താണ് അവരുടെ ആഗ്രഹങ്ങൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരോട് ഡീൽ ചെയ്യേണ്ടതായിട്ട്. To unreal the history surrounding the human brain, managers must understand and appreciate the contributions of all such soft disciplines. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തും അല്ലെ ഒരു സമാധാനപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരിപ്പോ നന്നായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ നല്ല അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് അവരുടെ ഒന്ന് കറയിച്ച് അല്ലെ ഒന്നും കൂടി പ്രോത്സാഹനം കൊടുക്കത്തക്ക വിധത്തിൽ അവരൊന്ന് അപ്രീസിയേറ്റ് ചെയ്യാം അല്ലെ, ഒരു നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കുറെ അച്ചടക്ക നടപടികളൊക്കെ പാലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും കമാൻഡിങ് ഓർഡർ ഒന്നും തീർച്ചയായിട്ടും എംപ്ലോയീസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെ. അവർ തീർച്ചയായിട്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും അല്ലെ. ഒരുപക്ഷെ ചിലപ്പോൾ HRM ഡിപ്പാർട്ട്മെന്റിലേക്കാളും അല്ലെ കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള, പക്ഷെ എല്ലാ എംപ്ലോയീസിനെയും നല്ല എഫിഷ്യന്റ് ആക്കി എടുക്കുക എന്നുള്ള മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് ആണ് ആരുടെയിലുള്ളത്? HRM ഡിപ്പാർട്ട്മെന്റിനുള്ളത്. സോ തീർച്ചയായിട്ടും അവരോട് മിങ്കിൾ ചെയ്ത് അല്ലെ, അവർക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് പൊസിഷനിലാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസും അല്ലെ അവരുടെ അപ്രീസിയേഷനും എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതെല്ലാം എന്താന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി ഒരു സോഫ്റ്റ് ആയിട്ട് നല്ല അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിച്ചു പോകാനായിട്ട് HRM ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ ആണോ? ഇന്റർ ഡിസിപ്ലിനറി ഫംഗ്ഷൻ. ഓക്കെ, ആ ടേമിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മാത്രമില്ല. സൈക്കോളജി, സോഷ്യോളജി അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ടേമിൽ വരുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും എംപ്ലോയിയുടെ ആ ഒരു അല്ലെ അവരുടെ ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പെരുമാറ്റത്തില് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്റർ ഡിസിപ്ലിനറി നേരത്തെ നമ്മൾ പറഞ്ഞു, ഓക്സിലറി സർവീസിൽ നമ്മൾ പറഞ്ഞു അഡ്വൈസ് കൊടുക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്കറിയാം അല്ലെ ഒരു നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് അവർക്ക് അച്ചടക്ക നടപടികളൊക്കെ പാലിച്ചു കൊടുക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുക്കണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയി നമുക്കറിയാം അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ, എന്നാൽ ഒരാൾക്ക് മാത്രം ആ അവസരം കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പറ്റില്ല അല്ലെ. തീർച്ചയായിട്ടും എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണം അല്ലെ. ഒരു അച്ചടക്കത്തോട് കൂടിയിട്ട് നമുക്കറിയാം എല്ലാ എംപ്ലോയിനെയും അവരവരുടേതായിട്ടുള്ള വർക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തു കൊടുക്കണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് അവൈലബിൾ ചെയ്യേണ്ടത് HRM ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ലാസ്റ്റ് നേച്ചർ പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ. HRM is not a one shot deal.
Okay, it can be and it cannot be practiced only 1 hour each day or 1 day a week. ഓക്കെ, നമുക്കറിയാം അച്ചാറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകും. ഒരു ദിവസമോ ഒരു ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെ നന്നായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച അച്ചാർ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് പൂർണ്ണമാവില്ല. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമ്മളൊരു ബെനിഫിഷ്യൽ പാക്കേജ് അത് എങ്ങനെയെങ്കിലും സാധ്യമാക്കി അത് എന്താണ് എംപ്ലോയീസിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതോട് കൂടിയിട്ട് അച്ചാർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി കഴിയില്ല. അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിനെ കണ്ടെത്തുന്നത് മുതൽ എംപ്ലോയി നിലനിർത്തി കൊണ്ടുപോകുന്നതും അല്ലെ എല്ലാ തരത്തിലും പലതരത്തിലുള്ള ഡ്യൂട്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിർവഹിക്കേണ്ടതായിട്ട് വരും. സോ നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും HRM ഈസ് നോട്ട് എ വൺ ഷോട്ട് ഡേ, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അല്ലെ, ഇതൊരിക്കലും ഒരു കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നമുക്കറിയാം അതിന്റെ റിസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. വീണ്ടും പറയാണ്, ഇറ്റ് റിക്വയർസ് എ കോൺസ്റ്റന്റ് വിജിലൻസ് ആൻഡ് അവയർനെസ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ് ഇൻ ഡെയിലി ഓപ്പറേഷൻസ്. ഓക്കെ, നമുക്കറിയാം സ്ഥിരമായിട്ട് തന്നെ അതില് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങള് എന്താണ് ആവശ്യങ്ങള്. ചിലപ്പോൾ വേണമെങ്കിൽ ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം അവരുടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലെ തൊഴിലുടമയുടേതായിട്ടുള്ള റിസൾട്ട് അല്ലെ അവരെന്താണോ ലക്ഷ്യം ഇടുന്നത് ആ ലക്ഷ്യത്തിലേക്കൊക്കെ നയിക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതോടൊപ്പം തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. സോ ഇതൊരിക്കലും ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രം ക്രമീകരിക്കാനായിട്ട് സാധിക്കില്ല. ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, it requires a constant vigilance and awareness of human relations. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ബന്ധങ്ങളിൽ എപ്പോഴും അല്ലെ ഒരു അവയർനെസ് നമുക്ക് കണക്കാക്കണം. ഇൻ കേസ് ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അവർക്ക് ട്രെയിനിങ് ആവശ്യമാണോ അല്ലെ, എപ്പോഴും അതിനെ കുറിച്ചിട്ട് നമുക്കറിയാം ഓർഗനൈസേഷന്റെ റിസൾട്ട് ഇതുപോലെ മേച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ അല്ലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം അതിന്റെ ഇമ്പോർട്ടൻസ് ഡെയിലി നമുക്കറിയാം അതിന്റെ ഇമ്പോർട്ടൻസ് വർദ്ധിച്ചു വരികയുള്ള കാരണം നമുക്കറിയാം ഇതൊരു അസറ്റിനെ അല്ലെ ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഡെയിലി നമുക്കറിയാം അസറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അല്ലെ മറഞ്ഞുകൊണ്ടിരിക്കും. സോ അതിനനുസരിച്ചിട്ട് തന്നെ HRM ഡിപ്പാർട്ട്മെന്റ് ആക്റ്റീവായിട്ട് കൈകാര്യം ചെയ്ത് പോകേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെ പോയിന്റ്സുകൾ നമ്മൾ പഠിച്ചു പോയി? ഏതെങ്കിലൊക്കെ പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർമ്മയുണ്ടോ നോക്കി. നേച്ചർ ഓഫ് HRM, അതായത് നമുക്ക് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുമ്പില് അല്ലെ ഓരോ സ്കോപ്പ് ഓഫ് HRM, ഇമ്പോർട്ടൻസ് ഓഫ് HRM, നേച്ചർ ഓഫ് HRM അല്ലെ അങ്ങനെ കുറെ പോയിന്റ്സുകൾ വരുന്നുണ്ട്. സോ നേച്ചർ ഓഫ് HRM എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ പെടാത്തെന്നൊക്കെയുള്ള രീതിയിൽ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട്. സോ അതിന്റെ ഹെഡിങ്സ് നിങ്ങൾ പരമാവധി മനസ്സിലായി അല്ലെ നേച്ചറിന്റെ അടിയിൽ വരുന്ന ഹെഡിങ്സ് ആണെന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അറിയാവുന്ന ഓരോ നേച്ചറുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുമോ? എന്തൊക്കെ നേച്ചറുകൾ വിളിച്ചു? ഓക്കെ, വേറെ ഓക്കെ കോഴ്സ് സർവേ വ്യാപിയായിട്ട് നിൽക്കുന്നു. അതെ, നെക്സ്റ്റ് അറിയാവുന്നത് തന്നെയാണ്, ഓർമ്മയിൽ വരും. ഓക്കെ, ആക്ഷൻ ഓറിയന്റഡ് ആണ്. യെസ്, നിങ്ങൾ കൂടി ഓർത്ത് പോകണം കേട്ടോ. നേച്ചർ എന്ന് പറയുമ്പോൾ പെർവസീവ് ആണ്, ആക്ഷൻ ഓറിയന്റഡ് ആണ്, ഇൻഡിവിജ്വലി ഓറിയന്റഡ് ആണ്. ഓക്കെ, പഠിച്ച് പോവുക. വീണ്ടും എല്ലാവർക്കും അവസരം ഉണ്ട് കേട്ടോ. പീപ്പിൾ ഓറിയന്റഡ്, ആരും ചെയ്യാതിരിക്കേണ്ട ഓക്സിലിയറി സർവീസ് ആണ്. യെസ്, ഫ്യൂച്ചർ ഓറിയന്റഡ്. ഇതെല്ലാം ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് ക്രമീകരിക്കാം അല്ലെ. ഇൻഡിവിജ്വൽ ഓറിയന്റഡ്, പീപ്പിൾ ഓറിയന്റഡ്, ഫ്യൂച്ചർ ഓറിയന്റഡ്, യെസ്, ഡെവലപ്മെന്റ് ഓറിയന്റഡ്, യെസ്. കേട്ടോ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വരുന്നുണ്ടോ? ലൈക്ക് ചെയ്യാത്തവരുമുണ്ടല്ലോ. ഇന്റഗ്രേറ്റീവ് മെക്കാനിസം അല്ലെ, ഇന്റഗ്രേറ്റീവ് മെക്കാനിസം കുറച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേച്ചർ ഓഫ് HRM പെടുന്നതാണ്. ഒപ്പം തന്നെ ഇന്റഗ്രേറ്റീവ് മെക്കാനിസം അല്ലെ എല്ലാം കൂട്ടി യോജിച്ച് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നു. നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യണം. കോംപ്രഹെൻസീവ് ഫംഗ്ഷൻ ആണ്. നമ്മള് ഇന്ന് എടുത്ത പോയിന്റ്സുകളൊക്കെ അല്ലെ. ഓക്കെ, ഓക്സിലിയറി സർവീസ്, ഇന്റർ ഡിസിപ്ലിനറി ഫംഗ്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്, നമുക്ക് താഴേക്ക് പോവാലോ. കമ്പോണൻസ് ഓഫ് HR. ഓക്കെ, കമ്പോണൻസ് HRM പോകാം.
Following are the major components of HR. Sharma 1998. Okay, അവിടെ നമുക്കറിയാം കമ്പോണൻസ് വന്നിരിക്കുന്നത് 1998 നിന്നാണ്. നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷൻ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റംസ്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതില് ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷൻ. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സംഘടന സംഘടിതാപരമായ രീതിയിൽ അവിടെ തീർച്ചയായിട്ടും എല്ലാം കണക്ട് ചെയ്ത് ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും ഷെയർ ചെയ്ത് പോകുന്നത്. പക്ഷെ ഓർക്കാം, നമ്മൾ ഓരോ കമ്പോണൻസ് എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹെഡിങ്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് നോട്ട് ചെയ്ത് പോവാം. Human resource organization is concerned with achieving success by organization design and development, motivation, the application of effective leadership, and the process of convincing people of what the organization is going to do and how it proposes to do it. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ, ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, നമുക്കറിയാം ഒരു എയിമോട് കൂടിയിട്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സർവീസ് ഓറിയന്റഡ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ട് നമുക്കറിയാം നിശ്ചിത ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത 2 വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ട് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവാം. ഒരു ചെറിയ ഷോപ്പ് ആയിക്കോട്ടെ, അദ്ദേഹം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് മുടക്കിയതിനേക്കാളും ഒരു ചെറിയ പ്രോഫിറ്റ് എങ്കിലും അദ്ദേഹം പ്രതീക്ഷിക്കും. പ്രതീക്ഷിക്കില്ലേ പോവാ അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിയെ കൂടെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്കറിയാം ഡെവലപ്പ് ചെയ്യാനായിട്ട് തന്നെ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാർട്ടിങ്ങിലും 1-2 പേരൊക്കെ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കുറച്ചും കൂടി 2-3 കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടി സ്റ്റാഫുകളൊക്കെ ഇൻവോൾവ് ചെയ്ത് നമ്മൾ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും ഏതൊരു ബിസിനസ്മാനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ചിലപ്പോൾ ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയും അദ്ദേഹം ഇത്രയും എംപ്ലോയീസിനെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് സാലറി കൊടുത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് പ്രധാനമായിട്ടും ഇന്ന ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്, എന്തൊക്കെ ഡെവലപ്മെന്റ് നമുക്കറിയാം പതിയെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് വികസിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതനുസരിച്ചിട്ടുള്ള മോട്ടിവേഷൻസ് ഒക്കെയാണ് എംപ്ലോയിയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിന്റെ കൂടെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ആ പീപ്പിൾസ് അവിടെയുള്ള എംപ്ലോയീസിന്റെ കരുത്തോട് കൂടിയിട്ടാണ് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇതൊരു ഓർഗനൈസേഷൻ ഇതൊരു സംഘടിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായിട്ടാണ് നമ്മളെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് പറ്റുന്നത്. Okay, the fundamental objective of a human resource organization is to ensure that അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? To ensure that all aspects of the organization, including employment, motivation, and management, are integrated with the strategic objectives of the business and contribute to the successful achievement of those objectives. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലും ലക്ഷ്യങ്ങളാണ്, എയിം ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് നല്ല വിജയകരമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടുത്തെ എംപ്ലോയീസും എഫിഷ്യന്റ് ആയിരിക്കണം. നമ്മൾ കുറെ ഫണ്ട് നിക്ഷേപിച്ചത് കൊണ്ടോ കുറെ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ടോ നല്ല ഭംഗിയുള്ള രീതിയിൽ നല്ല സ്ട്രക്ചർ ആയിട്ട് ബിൽഡിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടോ നമുക്ക് അതിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് പറ്റില്ല. ശരിയാണോ? ശരിയാണ് പിന്നെ അവിടെ എന്തും കൂടി നല്ല ഫലപ്രദമായിട്ട് ഡീൽ ചെയ്താലാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുക. അവിടെയുള്ള ആരായിരിക്കും കൂടുതലായിട്ട് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്? ആരായിരിക്കും? ലക്ഷ്യം നേടി എംപ്ലോയീസ് നല്ല എംപ്ലോയീസ് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം സ്റ്റാർട്ടിങ് മുതൽ എംപ്ലോയ്മെന്റ് അവരെ സ്റ്റാർട്ടിങ് അവരെ എംപ്ലോയീസിനെ റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ നടത്തി സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ നിർവഹിച്ച് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഓർഗനൈസേഷൻ ഇൻക്ലൂഡിങ് എംപ്ലോയ്മെന്റ് തന്നെ ഇവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക.
Then and management are integrated. എല്ലാവരും കൂടി നല്ല രീതിയിൽ ആക്കിയാൽ മാത്രമാണ് ഓർഗനൈസേഷനിൽ നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുക, അല്ലെ, എല്ലാ ആക്സെപ്റ്റും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അല്ലാതെ ലക്ഷ്യം, അല്ലെ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് എയിം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സോ the human resources organization program has to take account of cultural issues so that the desired cooperative culture can be developed or reinforced. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഇൻ കേസ് ഓർഗനൈസേഷൻസ് ചിലപ്പോൾ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല, ചിലപ്പോൾ അവരുടെ ഡിസൈഡ് ആയിട്ടുള്ള ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ അവര് വീണ്ടും എന്താണ് ഒന്നും കൂടി അവിടെ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് ശ്രമിക്കും, അല്ലെ? അങ്ങനെയല്ലേ ഓർഗനൈസേഷൻ നമുക്കറിയാം നമ്മൾ വിചാരിച്ച രീതിയിൽ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യും. ഓക്കെ, എവിടെയാണ് ഭാഗപ്പിഴകളെന്ന്, അല്ലെ, ഒരു കൺട്രോളിങ് നടപടികളൊക്കെ സ്വീകരിച്ചിട്ട് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്തിട്ട് ഡെവലപ്പ്. ചിലപ്പോൾ വേണമെങ്കിൽ മെഷീൻ, അല്ലെ, ഇംപ്ലിമെന്റ് ചെയ്തേലോ അല്ലെങ്കിൽ എംപ്ലോയീസിനെ സെലക്ട് ചെയ്തേലോ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ആയിരിക്കാം. സോ അവിടെ തീർച്ചയായിട്ടും അതിന്റെ വേരിയേഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും അത് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത്, അല്ലെ, കാര്യങ്ങളൊക്കെ ഒന്നും കൂടി സംഘടിതമാക്കിയിട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ ചിലപ്പോൾ ലക്ഷ്യങ്ങള് വിചാരിച്ച രീതിയിൽ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല സംഘടിതമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. So organization development programs and interventions are needed to achieve a better integration, improve teamwork, motivate human resources, develop the right leadership, facilitate communication systems, manage conflicts and change and gain commitment. Okay, തീർച്ചയായിട്ടും അപ്പൊ നമുക്കറിയാം ഈ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമില്, അതായത് അവരെ, അല്ലെ, എംപ്ലോയീസിനെ നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിരിക്കണം, അല്ലെ, അവരൊന്നും കൂടി നല്ല സംഘടിതമാക്കി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആദ്യം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ പുതിയ എംപ്ലോയീസ് ആയിരിക്കും, അല്ലെ, അവരെ പിന്നെ കുറച്ചും കൂടി ആ ഓർഗനൈസേഷനിലേക്ക് അടുപ്പിച്ച് അവർ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിട്ട് വരികയാണ്, അല്ലെ, അങ്ങനെയല്ലേ സ്റ്റാർട്ടിങ് ഒക്കെ വരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലർ നന്നായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവും ചില ഡിപ്പാർട്ട്മെന്റിൽ, ചിലർക്ക് ചിലപ്പോൾ അത് ഡീൽ ചെയ്യാനൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. സോ അവിടെയൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തി അവരെ നല്ല രീതിയിൽ ഒരു ബെറ്റർ ഇന്റഗ്രേഷൻ ആക്കി എടുക്കും, അല്ലെ, അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട്, അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പുതിയ കാര്യം ആയിക്കോട്ടെ, ചിലപ്പോൾ ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, ചിലർക്ക് അത് പറ്റിയെന്ന് വരില്ല, അല്ലെ, അപ്പൊ അവർക്ക് ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ അങ്ങനെ ഒരു നല്ല കൂട്ടി യോജിപ്പിച്ചു, അതായത് സഹകരണത്തോട് പോകുന്ന ഒരു യൂണിറ്റ് ആക്കി എടുക്കണം. ദെൻ അങ്ങനെ അവരൊരു ടീം വർക്ക്, അല്ലെ, നമുക്കറിയാം ചിലപ്പോ അവര് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ചിലപ്പോൾ ഒരു സംഘടനയുടെ ലക്ഷ്യമൊന്നും നേടിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ പല ഗ്രൂപ്പുകളാക്കി ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോഴായിരിക്കും ടീം സ്പിരിറ്റോട് കൂടിയിട്ട് അവർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ആദ്യം നമുക്കറിയാം കുറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡെവലപ്പിംഗ് കാര്യങ്ങളൊക്കെ അവർ അവൈലബിൾ ആക്കി കൊടുക്കുന്നു. ദെൻ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ടീം വർക്ക് ഒക്കെ ആക്കി കൊടുക്കുന്നു. ദെൻ വീണ്ടും മോട്ടിവേറ്റ് ഹ്യൂമൻ റിസോഴ്സസ്, എങ്ങനെയാ പതിയെ നമ്മൾ ഈ പറഞ്ഞ മാത്രമേ എംപ്ലോയീസിനെ മെച്ചപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അവർക്ക് കുറച്ചും കൂടി പ്രേരക ഘടകങ്ങൾ, അല്ലെ, കുറച്ചും കൂടി ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുത്ത് അവർ എഫിഷ്യന്റ് ആക്കി എടുക്കുന്നു. വീണ്ടും ഡെവലപ്പ് ദ റൈറ്റ് ലീഡർഷിപ്പ്. ഓക്കെ, നമുക്കറിയാം നല്ലൊരു നേതൃത്വം തന്നെ കൊടുക്കണം, അല്ലെ, എല്ലാ എംപ്ലോയീസും അവിടെ ലക്ഷ്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരവരുടെ ഡ്യൂട്ടികൾ എങ്ങനെയെങ്കിലൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോള് അവിടെ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് അവിടെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എങ്ങനെയെങ്കിലൊക്കെ ഏതെങ്കിലും ടൈമിലൊക്കെ ആയിരിക്കും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. സോ അവിടെ ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരോടൊപ്പം തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ടീമായിട്ടുള്ള വർക്കുകളൊക്കെ നല്ല കോമ്പറ്റബിൾ ആയിട്ട് അവിടെ പ്രവർത്തിച്ചിട്ട് ആ ലീഡറിനോടൊപ്പം തന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു കാര്യം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. മാനേജിങ് കോൺഫ്ലിക്ട്സ് ആൻഡ് ചേഞ്ചസ്, എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റമൊക്കെ വരുത്തണം. തീർച്ചയായിട്ടും ഹ്യൂമൻ, അല്ലെ, ബീയിങ്സ് ആണ്, അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. സോ അതൊക്കെ നല്ല രീതിയിൽ നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് തിരുത്താനായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. ദെൻ അങ്ങനെ നല്ലൊരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർദ്ധിച്ച് ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം.
ഓക്കെ, അപ്പൊ അവിടെ തീർച്ചയായിട്ടും പറയാണ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, ഒരു ഓർഗനൈസേഷൻ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെ പല കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യണമെന്ന് പറയുന്നത്? അതായത് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് സംഘടിപ്പിച്ചു കൊടുക്കണം. Then interventions and are needed to achieve a better integration അല്ലെ. ഓക്കെ, പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലെ, കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മെഷീനും അതിന്റെ ട്രെയിനിങ് ഒക്കെ ഒപ്പം കൊടുത്ത് അവരെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരാനായിട്ടുള്ള രീതികളൊക്കെ അവിടെ അവലംബിക്കണം. Then improve ടീം വർക്കുകളൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക. Then motivate ഹ്യൂമൻ റിസോഴ്സസ്, എംപ്ലോയിന്റെ ഹ്യൂമൻ റിസോഴ്സസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ നമുക്കറിയാം. മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും? നമ്മളൊക്കെ സാലറി കൂട്ടിക്കൊടുത്താൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? സാലറി കൂട്ടിക്കൊടുത്താൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പിന്നെ വേറെന്തെങ്കിലുമൊക്കെ സാലറി കൂട്ടിക്കൊടുക്കുക, മറ്റേതെങ്കിലും ഇൻസെന്റീവ്സ് അല്ലെ, എന്തെങ്കിലും ഫ്രിഞ്ച് ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ പാക്കേജുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആണ്. ഓക്കെ, തീർച്ചയായിട്ടും ഡെവലപ്പ് ദ റൈറ്റ് PF കേസ് റിട്ടയർമെന്റിന് ശേഷം അവർക്ക് PF പോലെയുള്ള ആനുകൂല്യങ്ങൾ ഒക്കെ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കുക. ഓക്കെ, തീർച്ചയായിട്ടും അതൊക്കെ നോക്കി കണ്ടും അല്ലെ, ഇത് നമുക്കറിയാം കോസ്റ്റ് ഒന്നും അധികം ചിലവൊന്നും പാടില്ല. ഓക്കെ, ഡെവലപ്പ് ദ റൈറ്റ് ലീഡർഷിപ്പ്, തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ലീഡർഷിപ്പ് അവിടെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം. Then facilitate communication systems, നമുക്കറിയാം നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെ, പരസ്പരം രുചിച്ചു പോവാത്തൊക്കെ വിധത്തിൽ ആശയവിനിമയം പല ഉദ്യോഗസ്ഥർക്കൊന്നും ചില കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല എന്നുള്ളൊരു വീഴ്ചയൊന്നും വരാൻ പാടില്ല. നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് അല്ലെ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. Then manage conflict and changes, തീർച്ചയായിട്ടും നമുക്കറിയാം തർക്കങ്ങളൊക്കെ ലഘൂകരിച്ചു കൊണ്ടുവരികയോ മാറ്റങ്ങളൊക്കെ വരുത്തുകയോ ചെയ്യാം. ആൻഡ് ഗെയിൻ കമ്മിറ്റ്മെന്റ്, ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ആ ഗെയിൻ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഓർഗനൈസേഷനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ശരിയാണോ? ഒന്ന് വായിച്ചു നോക്കാം. ചെറിയ ചെറിയ പോയിന്റ്സുകൾ അവിടെ വരുന്നുണ്ട്. ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പോവാം. ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷൻ. ഓക്കെയാണ്, നമുക്കപ്പോ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഫോഴ്സ് ഒന്നും കൂടി പ്രചോദിപ്പിക്കാം, കുറച്ചും കൂടി പ്രേരക ഘടകമായിട്ട് മാറ്റങ്ങളെ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി ഫോഴ്സ് ചെയ്യുക. ഓക്കെ, കേട്ടാണോ? നമ്മളത് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മാറ്റങ്ങളൊക്കെ വരുത്തി അവർക്ക് ശക്തി പകർന്നു കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണ്. പോയിന്റ് വരുന്നത് എവിടെയാണ് അല്ലെ? The human resource organization program has to take account of cultural issues so that the desired corporate culture can be developed or reinforced. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ ചില കാര്യങ്ങൾ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെ. നമുക്കറിയാം
സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരസ്പരം ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ അത് ശക്തിപ്പെടുത്തി കൊണ്ടുവരിക. ഓക്കെ, അഡീഷണലി നമ്മൾ പിന്നെ കുറെ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് ഒരു HRM ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? അപ്പൊ നമ്മൾ പറഞ്ഞു ബിസിനസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നു. ഓക്കെ, അതൊക്കെ അവരുടെ എംപ്ലോയീസ് ഒക്കെ നന്നായിട്ട് തന്നെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം വീണ്ടും ചിലപ്പോൾ ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബിസിനസ് അല്ലെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ കേസ് സർവീസ് ആണെങ്കിൽ കുറച്ചും കൂടി സർവീസും കൂടി പ്രൊവൈഡ് ചെയ്യണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ട് വേക്കൻസി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേക്കൻസികൾ എത്രത്തോളം ഉണ്ട്. തീർച്ചയായിട്ടും അതിനെ അനലൈസ് ചെയ്യുമ്പോൾ കുറെ നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് സെറ്റ്സ് ഔട്ട് ഓഫ് ടു ഡിഫൈൻ ഹൗ മെനി പീപ്പിൾ ദ ഓർഗനൈസേഷൻ വാണ്ട്സ്. ഇനി നമ്മുടെ ഓർഗനൈസേഷനിൽ എത്രത്തോളം പീപ്പിൾസ് വേണം അല്ലെ, അതാണ് മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കുക. എന്ത് വേക്കൻസി ആണോ ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ട് എത്രത്തോളം എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തണം. The type of people the organization needs at the present and in future in terms of their expertise and how they fit to the corporate culture. Okay, തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം എംപ്ലോയീസിന് വേണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നത് അല്ലെ. അത് എത്രത്തോളം എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ നീഡ്സ് അറ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഇൻ ദ ഫ്യൂച്ചർ അല്ലെ. നമുക്കറിയാം ഇപ്പോ നിലവിൽ എത്രത്തോളം പേരുടെ വേക്കൻസി വരുന്നുണ്ട്, ദെൻ ഫ്യൂച്ചറിലും വരാം എത്രത്തോളം പേരുടെ വേക്കൻസികൾ വരാം. ദെൻ അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ ഇൻ ടേംസ് ഓഫ് ദെയർ എക്സ്പെർട്ടൈസ് ആൻഡ് ഹൗ ദേ ഫിറ്റ് ദ കോർപ്പറേറ്റ് കൾച്ചർ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷനെ പൊരുത്തപ്പെടത്തക്ക വിധത്തിൽ എത്രത്തോളം ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഇനി നിലവിൽ വേണം, ഭാവിയിലേക്കും വേണ്ടി വരാം. ഓക്കെ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്താ പറയുന്നത്. മെസ്സേജ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? യെസ്, HR പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. നമ്മുടെ ഓർഗനൈസേഷനെ ചേർന്ന വിധത്തില് എത്രത്തോളം അല്ലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഡിസയേഴ്സിന് ആവശ്യമായിട്ട് പ്രസന്റിൽ നിലവിലും ഭാവിയിലേക്കും എത്രത്തോളം എംപ്ലോയീസ് വേണം, അതായത് അവർ എത്രത്തോളം എക്സ്പീരിയൻസും എത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ ഓർഗനൈസേഷന് ചേർന്ന വിധത്തിലുള്ള എത്രത്തോളം ക്വാളിഫൈഡുമായിട്ടുള്ള പേഴ്സണെ വേണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇൻക്ലൂഡ്സ് പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ലേബർ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഓക്കെ, അതായത് ഇതിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെ മുൻകൂട്ടി നമ്മൾ കണ്ടെത്താം ഫ്യൂച്ചറിലേക്ക് ഇത്രയും എംപ്ലോയീസിനെ വേണം, അതായത് ഇത്രയും ലേബർ സപ്ലൈ ഇവിടെ ഉണ്ടായാലാണ് നമ്മുടെ ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ട് മുൻകൂട്ടി കണ്ടെത്തുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ നടപ്പാക്കുന്നത്. സോ ഒരു പ്രെഡിക്റ്റീവ് ഫ്യൂച്ചർ എന്ന പ്രോസസ്സും എന്തിൽ വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ വരുന്നുണ്ട്. പ്രെഡിക്റ്റീവ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഭാവിയിലേക്ക് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എത്രത്തോളം എംപ്ലോയീസിന് വേണ്ടി വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. Then it provides the base for the recruitment programs and for human resource development plans. Okay, നമുക്കറിയാം ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, അത് ബേസ് ആണ് അല്ലെ. ഇറ്റ് പ്രൊവൈഡ്സ് ദ ബേസ് ഫോർ റിക്രൂട്ട്മെന്റ്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബേസ് ആണ്, റിക്രൂട്ട്മെന്റ് പ്രോഗ്രാംസിനും അതേമാതിരി തന്നെ ഡെവലപ്മെന്റ് പ്ലാൻസിനുമുള്ള ഒരു ബേസ് ആണ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, ഫൈൻഡ് അല്ലെ ആപ്ലിക്കേഷൻസ് കണ്ടെത്തുന്നതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ആ എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ സ്കിൽ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആസൂത്രണം ചെയ്യേണ്ടത്. സോ അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന് നമുക്കറിയാവുന്നതാണ് അല്ലെ. മുൻകൂട്ടി കണ്ടെത്തുക, പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. പ്രസന്റിൽ ഇപ്പൊ എത്രത്തോളം എംപ്ലോയീസ് വേണം, ഭാവിയിലേക്കും എത്രത്തോളം എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വേണ്ടി വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ഇതിന്റെ ബേസിലാണ് തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് നടപടികളും ഡെവലപ്മെന്റ് പ്ലാൻസും കൈകാര്യം ചെയ്തു പോകുന്നത്. ഓക്കെ അല്ലേ?
ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇത് ചെയ്യുമ്പോഴൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോകുമ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നില്ലേ? അല്ലേ? ഓക്കെ, നമുക്ക് വീണ്ടും നമുക്ക് നോക്കാം ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം. ഓക്കെ, ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് നമ്മൾക്കറിയാം, അതൊരു ബേസ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിന്റെ ബേസിലാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം ആർ ദ എസെൻഷ്യൽ പ്രോഗ്രാംസ് നീഡഡ് ടു റിക്രൂട്ട്, എവാലുവേറ്റ്, പേ ആൻഡ് മെയിൻറ്റെയിൻ ദ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് ദ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതായത് എന്ത് സിസ്റ്റമാണെന്ന് പറയുന്നത് എസെൻഷ്യൽ പ്രോഗ്രാംസ്, അതായത് നല്ല മതിയായ രീതിയിലുള്ള ഒരു പ്രോഗ്രാമിന്റെ ഒരു സിസ്റ്റമാണ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പ്ലാനിങ്ങിനനുസരിച്ചിട്ട് തന്നെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങൾ നടപ്പാക്കണം. ഇൻ കേസ് നമുക്കറിയാം അവരുടെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ മാത്രം പോരാ, അവരെ ഇവാലുവേറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും വിലയിരുത്തണം. അങ്ങനെ വിലയിരുത്തി അതിനനുസരിച്ചിട്ട് തന്നെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം. അവർക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. തീർച്ചയായിട്ടും എംപ്ലോയീസിന് ജസ്റ്റ് നമ്മള് പ്ലേസ്മെന്റ് മാത്രം നിർവഹിച്ചു കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം ലീഗലായിട്ട് പല ഇഷ്യൂസുകൾ വരും അല്ലെ? അവിടെ നിയമപരമായിട്ട് അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. സോ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ അങ്ങനെ ഓർഗനൈസേഷനിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള നടപടികൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. സോ ദ മെയിൻ ഈ പ്രോഗ്രാംസ് ആണ്, അതുമായി ബന്ധപ്പെട്ട കുറെ പ്രോഗ്രാംസുകൾ ഉണ്ടെന്ന് പറയുന്നു. ആ പ്രോഗ്രാംസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഇത് പലതരത്തിലുള്ള പ്രോഗ്രാംസുകൾ അല്ലെ, അതിന്റെ ഒരു ഗണമാണ് എന്ത് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രോഗ്രാംസുകളാണുള്ളത് നമുക്കറിയാം. ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഫ്യൂച്ചർ നീഡ്സും പ്രസന്റ്ലി നമുക്കറിയാം ഇത്രയും എംപ്ലോയീസ് ഒക്കെ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകണം അല്ലെ. അതില് റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് അത് പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സിംഗ് ആണ് നിർവഹിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ദ റിക്വയർഡ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെ കണ്ടെത്തുക എന്നുള്ള പ്രോസസ്സാണ് എന്തിൽ നടപ്പാക്കുന്നത്, റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റിൽ നടപ്പാക്കുന്നത്. അതായത് റിക്രൂട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്താണ്, എത്രത്തോളം എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷനിൽ വേണം അവരെ കണ്ടെത്തുക എന്നുള്ള പ്രോസസ്സ്, അതായത് ആപ്ലിക്കേഷൻസ് കണ്ടെത്തുക അല്ലേ, ശരിയല്ലേ? നമ്മൾ പഠിച്ചു പോയേക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ദ റിക്വയർഡ് ഹ്യൂമൻ റിസോഴ്സ് ഫോർ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ അല്ലെ എത്രത്തോളം എംപ്ലോയീസിന്റെ ആവശ്യകതയുണ്ടോ അത്തരത്തിലുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ്, അതായത് ആപ്ലിക്കേഷൻസ് കണ്ടെത്തുന്ന പ്രോസസ്. ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. ഇൻഫോർമേഷൻ മാനേജ്മെന്റ് എന്താണ്? It is a method of ensuring that all policies and practices are well defined and effectively communicated to the employees. ഈ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന എന്താണ്, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ അല്ലെ, എല്ലാ ഇൻഫോർമേഷൻസും നല്ല രീതിയിൽ എല്ലാ പോളിസികളും നിയമങ്ങളും അല്ലെങ്കിൽ നടപടികളും എല്ലാം തന്നെ എല്ലാവരിലേക്കും നല്ല ബെറ്റർ ആയിട്ട് അല്ലെ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മാനേജ്മെന്റ് ആണ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകേണ്ടതുണ്ട് എന്തില്, ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റത്തില്. അതിലെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് എന്താ കൈകാര്യം ചെയ്യുന്നത്, നമുക്കറിയാം ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുന്ന ഒരു പ്രോഗ്രാമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇൻഫോർമേഷൻ മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്, കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇൻഫോർമേഷൻ ആണ് അല്ലെ, വിവരങ്ങൾ. അതായത് വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം നടപടികളും പോളിസി നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും എല്ലാവരിലേക്കും ഒരേപോലെ തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ പലതും എത്തേണ്ടതുണ്ടാവും, എത്തേണ്ട സമയത്ത് തന്നെ എത്തേണ്ടതുണ്ടാവും. സോ നമുക്കറിയാം താഴെത്തട്ടിൽ തല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താണ് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് നമുക്ക്
മെയിൻ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ താഴെ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും ബ്രേക്കിംഗ് സംഭവിക്കും അല്ലെ, നമ്മൾ ആ ഫ്ലോക്ക് അല്ല ആ ഒഴുക്കിന് എന്തെങ്കിലും ബ്രേക്കിംഗ് സംഭവിക്കും. സോ എല്ലായിടത്തേക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആര് കൈകാര്യം ചെയ്യുന്നത്, ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. ഓക്കെ, ഏതെങ്കിലും രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാട്ടോ. അപ്പൊ ഏത് മെത്തേഡാണ് ഉറപ്പുവരുത്തുന്നത്, പോളിസിയും പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് തന്നെ എല്ലാവരുടെയും എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഏത് മാനേജ്മെന്റ് ആണ് പറയുന്നത്, ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. ഓക്കെ, അതിലാണത് ഡീൽ ചെയ്യുന്നത്. എന്നാൽ ട്രെയിനിങ് മാനേജ്മെന്റിൽ എന്തായിരിക്കും ഡീൽ ചെയ്യുന്നത്, കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം എന്തായിരിക്കും എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കണം, ട്രെയിനിങ്ങുമായി ബന്ധം അല്ലെ, നമുക്ക് എന്തെങ്കിലും രീതിയിൽ അവർക്ക് പരിശീലനം ആവശ്യമുണ്ടോ അല്ലെ. ട്രെയിനിങ് നീഡ്സ് പ്രിപ്പറേഷൻ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ട്രെയിനിങ് നീഡ്സ്. ആദ്യം തന്നെ ട്രെയിനിങ് നീഡ്സിനെ കുറിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. നമുക്കറിയാം ചിലപ്പോ മിഡിൽ ലെവലിലുള്ള എംപ്ലോയീസിനായിരിക്കും, ചിലപ്പോൾ ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനായിരിക്കും. ആർക്കാണ് ആവശ്യമെന്ന് മനസ്സിലാക്കുക, എന്ത് കാര്യമാണ് ആവശ്യമെന്ന് ആദ്യം കണ്ടെത്തേണ്ടതുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ് സ്ട്രാറ്റജി, ഓക്കെ, തന്ത്രപരമായ രീതിയിൽ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ നടപ്പാക്കേണ്ടതുണ്ട്. അതായത് ആസൂത്രണങ്ങളൊക്കെ നടപ്പാക്കണം. നമുക്കറിയാം ട്രെയിനറെ കണ്ടുപിടിക്കണം, ഏത് കാര്യങ്ങൾ കൊടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, ആൻഡ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് സിസ്റ്റം, നമുക്കറിയാം ഏത് സിസ്റ്റം അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാം, ക്ലാസ് റൂം സിസ്റ്റമോ അല്ലെ ഏതെങ്കിലും രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഇടയിലോ എങ്ങനെയൊക്കെയാണെങ്കിലും പരിശീലനം കൊടുക്കാവുന്നതാണ്. സോ അവിടെ തീർച്ചയായിട്ടും ട്രെയിനിങ് മാനേജ്മെന്റ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ ട്രെയിനിങ് ഇൻ കേസ് ട്രെയിനിങ് മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ട്രെയിനിങ് മാനേജ്മെന്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, ആദ്യം തന്നെ ട്രെയിനിങ് നീഡ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ് സ്ട്രാറ്റജി ആൻഡ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് സിസ്റ്റം. ഓക്കെ, ട്രെയിനിങ് അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ട്രെയിനിങ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതല്ല. ഓക്കെ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് തന്നാൽ നമുക്കറിയാം അത് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ, ക്വസ്റ്റ്യൻ വരുന്ന രീതിയും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ എടുത്ത് പോകാലോ. ഓക്കെ അല്ലേ? ഒക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, പെർഫോമൻസ് മാനേജ്മെന്റ്. എന്തായിരിക്കും പെർഫോമൻസ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? ഓക്കെ, ആ ടീം കൈകാര്യം ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്കറിയാം എംപ്ലോയീസിന്റെ പെർഫോമൻസുകളായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ. ഇറ്റ് ഇസ് എ ടെക്നിക് ഓഫ് സിസ്റ്റമാറ്റിക്കലി അസസിങ് പെർഫോമൻസ് എഗെയിൻസ്റ്റ് ഡിഫൈൻഡ് ക്രൈറ്റീരിയ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ നമ്മളെ എംപ്ലോയീസിനെ കുറെ ടാർഗറ്റുകളൊക്കെ ഏൽപ്പിക്കുമ്പോൾ പിന്നെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ ഇത്രയും പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഇത്രയും സർവീസ് എല്ലാ ടൈമിലുണ്ട്. നമുക്കറിയാം ടീച്ചിങ് സെക്ഷൻ ആണെങ്കിലും ഹോസ്പിറ്റൽ സെക്ഷനൊക്കെ ആണെങ്കിലും ഇത്രയും പേഷ്യന്റിനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾക്ക് അല്ലെ ഇന്ന ക്ലാസ്സുകളിലെ പിള്ളേർക്ക് ഇന്ന ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യണം. അതിന് കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് ഓരോരുത്തർക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ അത് സിസ്റ്റമാറ്റിക്കലി അസസ് ചെയ്യുക, വിലയിരുത്തുക, സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഇവർക്ക് നേടാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്തുക. Reviewing progressive data and assessing the potential for improvement. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പ്രോഗ്രസ്സുകളെ ഒന്നുകൂടി വിശകലനം ചെയ്യുക അല്ലെ. ഒന്നുകൂടി നമുക്കറിയാം കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റിംഗ് കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അല്ലെ അവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒന്നുകൂടി റിവ്യൂ ചെയ്ത് നോക്കുക. അസസിങ് ദ പൊട്ടൻഷ്യൽ ഫോർ ഇംപ്രൂവ്മെന്റ്, എന്തെങ്കിലും ഒന്നുകൂടി അല്ലെ അവർക്ക് അവസരങ്ങളൊക്കെ കൊടുത്തിട്ട് ഇംപ്രൂവ്മെന്റ് വരുത്തുന്നുണ്ടോ എന്നോ ഒന്നുകൂടി വിലയിരുത്തുക. There are three main appraisal systems such as the performance appraisal. അവിടെ മൂന്ന് പ്രധാനമായിട്ടുള്ള ഒരു രീതി ഇവിടെ പറയുന്നുണ്ട്, പൊട്ടൻഷ്യൽ അപ്രൈസൽ ആൻഡ് പെർഫോമൻസ് കോച്ചിങ് ഓർ കൗൺസിലിംഗ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് എംപ്ലോയീസിനെ പെർഫോം ചെയ്യാനായിട്ട് അവിടെ അവൈലബിൾ ആക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞു. The technique is systematically assessing performance against defined criteria. അതാണ് എന്താ പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വിലയിരുത്തലുക എന്ന് പറയുന്ന നടപടി എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ എംപ്ലോയീസും വിചാരിച്ച രീതിയിൽ ചിലപ്പോൾ റിസൾട്ട് കാണിച്ചിട്ട് വരില്ല, ശരിയല്ലേ? എല്ലാവരും ഒരേപോലെ തന്നെ റിസൾട്ട് കാണിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ ചിലപ്പോ കാണിച്ചിട്ട് തരില്ല. ഓക്കെ, ദെൻ റിവ്യൂവിംഗ് പ്രോഗ്രസ് ടു ഡേറ്റ് ആൻഡ് അസസിങ് ദ പൊട്ടൻഷ്യൽ ഫോർ ഇംപ്രൂവ്മെന്റ്. വീണ്ടും അവർക്ക് ഒരു ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് അവൈലബിൾ ആക്കാം. ദെൻ അത് ഏത് രീതിയിലും അവർക്ക് പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള രീതി അവിടെ പറയുന്നുണ്ട്. അതായത് വേണമെങ്കിൽ സിസ്റ്റം സജസ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ നടത്തി അല്ലെ,
കുറച്ചും കൂടി അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അപ്രീസിയേഷനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഓക്കെ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്യാം അല്ലെ, പതിയെ പതിയെ അവർക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കാം. വീണ്ടും നമുക്കറിയാം ക്രിയാത്മകമായ രീതിയിൽ അവരെ ഒന്നും കൂടി മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു രീതി വേണമെങ്കിൽ അവലംബിക്കാം. പെർഫോമൻസ് കോച്ചിങ് ഓർ കൗൺസിലിംഗ് ആണെങ്കിലും ഒന്നുകൂടി കോച്ച് അല്ലെ ഒരു ട്രെയിനറൊക്കെ കൊണ്ടുവന്ന് ചെറിയ കോച്ചിങ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് സ്റ്റാൻഡേർഡ് നേടിയെടുക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കാം. അതല്ലെങ്കിൽ കൗൺസിലിംഗ് അല്ലെ, നമുക്കറിയാം നിങ്ങൾ ഇന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അല്ലെ എന്താ പറയാ ഒരു കൺജസ്റ്റഡ് ആയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ സിംപിളി ഇത് ഹാൻഡിൽ ചെയ്താൽ മതി അല്ലെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈ രീതിയിലൊക്കെ കൈകാര്യം ചെയ്താൽ മതി. അങ്ങനെ ഒരു കൗൺസിലിംഗ് പോലെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ടാർഗറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതനുസരിച്ചിട്ട് എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ പെർഫോമൻസ് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെ വരുന്നവർക്ക് പല രീതികൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആ 3 മെയിൻ അപ്രൈസൽ ഏതാന്ന് ഉള്ളതും ഒന്ന് നോട്ട് ചെയ്ത് പോയില്ലേ. നമ്മൾ വിചാരിക്കണം അല്ലെ, വിചാരിക്കുന്ന പൊസിഷനിലേക്ക് എത്തുന്നില്ല. ഓക്കെ, നിങ്ങൾ ആ 3 മെയിൻ അപ്രൈസൽ സിസ്റ്റംസും കൗൺസിലിംഗ് വരെ നോട്ട് ചെയ്തേരെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം റിവാർഡ് മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു പല മാനേജ്മെന്റും അവിടെ കൈകാര്യം ചെയ്ത് പോകണമെന്ന് പറഞ്ഞു അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്ത് പോകണം. നമുക്കറിയാം എല്ലാ വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ ആവുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ഓരോരോ ബന്ധപ്പെട്ട എംപ്ലോയീസിനൊക്കെ അല്ലെ അവിടെ പ്രത്യേകമായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തത്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 1, 2, 3 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. കുറച്ച് കൂടുതൽ വളരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ചുമതലകളുണ്ട്. സോ ഇവിടെ റിവാർഡ് മാനേജ്മെന്റ് കേസ് ചിലപ്പോൾ 1-2 പേഴ്സൺസും ഉണ്ടാവുള്ളൂ. സോ അവർക്ക് ചില കാര്യങ്ങൾ മാത്രം അല്ലെ, നമുക്കറിയാം ആ വർക്കിന്റെ ലോഡ് അനുസരിച്ചിട്ട് ഈ ഡീവിയേഷൻസ് അവിടെ വരും. ഓക്കെ, റിവാർഡ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇറ്റ് ഈസ് എ മെത്തേഡ് ടു എൻഷുർ ദാറ്റ് പീപ്പിൾ ആർ റിവാർഡഡ് അക്കോർഡിംഗ് ടു ദെയർ കോൺട്രിബ്യൂഷൻ. റിവാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഈ പാരിതോഷികങ്ങൾ? അവരുടെ പെർഫോമൻസ് ഹൈ ആവുമ്പോഴാണോ ലോ ആവുമ്പോഴാണോ? റിവാർഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്നപ്പോഴായിരിക്കും ഹൈ ആവുന്നത് അല്ലെ. അതായത് അവർ നല്ല പ്രകടനം കാഴ്ചവെക്കുമ്പോഴാണ് റിവാർഡ് കൊടുക്കുന്നത് അല്ലെ, പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുന്നത്. സോ അവിടെ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് റിവാർഡ് കൊടുക്കണേന്നുള്ള കാര്യമാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു എൻഷുർ ദാറ്റ് പീപ്പിൾ ആർ റിവാർഡഡ് അക്കോർഡിംഗ് ടു ദെയർ കോൺട്രിബ്യൂഷൻ. അവരുടെ കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് അവർക്ക് റിവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, നന്നായിട്ട് തന്നെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഒന്നും കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെ, ഒന്നും കൂടി ആ ഒരു ഓർഗനൈസേഷനിൽ ഞങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു അല്ലെ പ്രത്യേകമായിട്ടുള്ള പരിഗണന കിട്ടാൻ അങ്ങനെ ആ എംപ്ലോയീസ് നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് റിവാർഡ് സിസ്റ്റം അല്ലെ, റിവാർഡൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരങ്ങളൊക്കെ. സോ ആ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാം അവിടെയും കൃത്യമായിട്ട് തന്നെ അവരുടെ പെർഫോമൻസുകൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. ഒരാൾക്ക് കൊടുത്ത് ഒരാൾക്ക് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എല്ലാവരും തുല്യമായിട്ട് പെർഫോം ചെയ്യണമെന്നില്ല. എന്നാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അവരെ നമ്മൾ പരിഗണിക്കേണ്ടി വരും. അതല്ല പെർഫോം ചെയ്യാത്തവരെ നമുക്കറിയാം എൻകറേജ് ചെയ്ത് പെർഫോം ചെയ്യിപ്പിക്കേണ്ടി വരും. സോ അവിടെ റിവാർഡ് മാനേജ്മെന്റും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കറിയാം പറയുമ്പോൾ എളുപ്പമാണ്, കുറച്ചും കൂടി അല്ലെ പോസിറ്റീവ് എനർജി എംപ്ലോയീസിൽ കിട്ടുന്നതിന് പകരം നെഗറ്റീവ് എനർജിയിലേക്ക് പോകാതിരിക്കാനും ശ്രമിക്കണം അല്ലെ. അപ്പൊ മറ്റുള്ള എംപ്ലോയീസിനും ഈ ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവരും പരിശ്രമിക്കും എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരുപാട് സിസ്റ്റം ഒക്കെ അവിടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ അവിടെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ടാർഗറ്റുകൾ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഹാർഡ് വർക്ക് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് പരിഗണിച്ചെന്നൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടാണ് റിവാർഡ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, റിവാർഡ് മാനേജ്മെന്റ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? വീണ്ടും നമുക്ക് നോക്കാം കരിയർ മാനേജ്മെന്റ്. കരിയർ മാനേജ്മെന്റിൽ പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ചാർട്ടിംഗ് special career paths for the individual employees for advancement in the organization.
ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം കുറെ എംപ്ലോയീസിന് അല്ലെ കുറച്ചും കൂടി ചലഞ്ച് നിറഞ്ഞ വർക്കുകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെങ്ങനെ നല്ല രീതിയിൽ ഒരുക്കി നിർത്തും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഒരിക്കലും അല്ലെ അവിടെ ഡൗൺ ആയി പോയി എന്താ പറയാ ഫെയിൽ ആയി പോകരുത്. ഓർഗനൈസേഷൻ എപ്പോഴും വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോട് അനുസരിച്ചിട്ട് എംപ്ലോയീസ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റത്തക്ക വിധത്തിലാക്കണം അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളും വരും, അവര് ചിലപ്പോൾ വേണമെങ്കിൽ മുന്നേറി പോയിക്കൊണ്ടിരിക്കും. സോ അവിടെ അഡ്വാൻസ് ആയിട്ടല്ലേ, അഡ്വാൻസ് ഇൻ ദ ഓർഗനൈസേഷൻ, എംപ്ലോയീസ് ഫോർ അഡ്വാൻസ്മെന്റ് ഇൻ ദ ഓർഗനൈസേഷൻ. എംപ്ലോയീസിനെ ഈ അഡ്വാൻസ്മെന്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കരിയർ പാത്സ് നമുക്കറിയാം അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ അതൊക്കെ എന്തൊക്കെ സിസ്റ്റംസ് ആണ് അവർക്ക് അവൈലബിൾ ആക്കേണ്ടത്. ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് 1-2 ക്ലാസ്സുകളൊക്കെ അല്ലെ വീക്കിലിയൊക്കെ ചിലപ്പോൾ ഒരു ക്ലാസ്സുകളൊക്കെ അവർക്ക് ലഭ്യമാക്കിക്കൊണ്ടേയിരിക്കും. സോ ആ എംപ്ലോയീസ് കുറച്ചും കൂടി പുതുമ നിറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ നേടിയെടുത്തുകൊണ്ടിരിക്കും. ദെൻ അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അവരായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് ആക്റ്റീവ് ചെയ്തിട്ട് താഴെയുള്ളവരെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ഓർഗനൈസേഷനെ പിടിച്ചെടുത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകും. സോ കരിയർ മാനേജ്മെന്റ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഗണത്തിലുള്ളവരെ അല്ലെ, തീർച്ചയായിട്ടും എംപ്ലോയീസ് ആരൊക്കെയാണ് നല്ല ഏബിൾ ആയിട്ടുള്ള എംപ്ലോയീസ്. സോ അവർക്കൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അവരൊക്കെയാണോ അവർ മുന്നേറി പോകാനായിട്ട് പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കരിയർ മാനേജ്മെന്റ് ഒക്കെയാണോ പഠിച്ചു പോവാ? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ചാർട്ടിങ് സ്പെഷ്യൽ കരിയർ പാത്ത് അല്ലെ. സ്പെഷ്യൽ കരിയർ പാത്സ് എന്ന് പറയുമ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അല്ലെ പാർട്സ്, അതായത് ആ വഴികളെ കുറിച്ചിട്ട് ഓരോ എംപ്ലോയീസിനും അതിനനുസരിച്ചുള്ള അഡ്വാൻസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ട്രെയിനിങ് ഒക്കെ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് കരിയർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് നോക്കാം 3 പോയിന്റ് കൂടിയുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് നമുക്ക് കാണുന്ന അറിയാം. ഹെൽത്തും സേഫ്റ്റിയും അല്ലെ, എംപ്ലോയീസിന്റെ ഹെൽത്തിനും സേഫ്റ്റിക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ റിവ്യൂ ചെയ്ത് പോകുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് എ ഹെൽത്തി ആൻഡ് സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ അല്ലെ സുരക്ഷയോടും നല്ല ആരോഗ്യത്തോടും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ എംപ്ലോയീസിനെ വർക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നിലനിർത്തുന്ന മാനേജ്മെന്റ് ആണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്. Maintaining a healthy, safe and safe system of working in an organization. Okay, clear അല്ലേ? അതായത് നമുക്കറിയാം അപ്ലിക്കേഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാം. എംപ്ലോയീസിലേക്ക് അത് ആ നടപടികളല്ലേ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ മാത്രം ആ വർക്കിലൊക്കെ പ്രവേശിക്കാനൊക്കെ ആയിട്ട് പറയണം. ഓക്കെ, തീർച്ചയായും അത് ക്രമപ്പെടുത്തുന്നത് ആരാണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഞാൻ പറയാറുണ്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ട് തിയേറ്ററിലും കാര്യങ്ങളിലൊക്കെ പോകുന്ന മാതിരി തന്നെ അല്ലെ നമുക്ക് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലും നമുക്കറിയാം എംപ്ലോയീസിന് എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുൻകരുതലുകൾ എടുത്തിട്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഫാക്ടറി വർക്കുകളിലും പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും അവരുടെ ഹെൽത്തും ആരോഗ്യവും പ്രധാനപ്പെട്ടതാണ്. സോ അതും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഡിസിപ്ലിൻ മാനേജ്മെന്റ്. ഓക്കെ, ഒരു വലിയ ഫേം ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെ പരസ്പരം കോൺഫ്ലിക്ട്സും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സ്മൂത്ത് ആയിട്ടൊന്നും പോകാൻ സാധിക്കില്ല അല്ലെ. എല്ലാവരും നല്ല ഒത്തൊരുമയോട് കൂടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യാമെങ്കിലാണ് ഓർഗനൈസേഷൻ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രിങ് ഡിസിപ്ലിൻ ടു ഫോസ്റ്റർ ദ പോസിറ്റീവ് എംപ്ലോയി ബിഹേവിയർ that will promote organizational objectives. Okay, positive employee behavior എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും നമ്മൾ നല്ലൊരു പോസിറ്റിവിറ്റിയോട് കൂടി വർക്ക് അല്ലെ പരസ്പരം കളിയാക്കിയോ തർക്കങ്ങൾ ഉണ്ടാക്കിയോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷൻ എഫക്റ്റീവ് ആയിട്ട് മുന്നേറാനായിട്ട് സാധിക്കില്ല അല്ലെ. പോസിറ്റീവായിട്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് പോവുകയാണെങ്കിൽ that will promote organization objective. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്നത് ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് അല്ലെ ഈ ഒരു ഡിസിപ്ലിൻ അച്ചടക്കം കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നത് ഡിസിപ്ലിൻ മാനേജ്മെന്റ് ആയിരിക്കും. ഇൻ കേസ് എവിടെയെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പിന്നെ HR ഡിപ്പാർട്ട്മെന്റില് ബന്ധപ്പെട്ട അധികാരികൾ അവിടെ ഡീല് ചെയ്ത് എന്താണ് നിങ്ങളുടെ തർക്കം അല്ലെ സാലറിയുമായിട്ടുള്ള പ്രശ്നമാണോ വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള പ്രശ്നമാണോ. സോ അതായത് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടത് കൈകാര്യം ചെയ്ത് സ്മൂത്ത് ആയിട്ട് ഒതുക്കി തീർക്കാൻ അല്ലെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പിലോട് കൂടിയിട്ട്
ഒതുക്കി തീർക്കാനൊക്കെ ആയിട്ട് അവിടെ തയ്യാറാവേണ്ടതുണ്ട്. Then last one, culture management. Culture management എന്ന് പറയുന്നത് it is a system of thinking and behaving shaped by the values, attitudes, then rituals and sanctions in an organization. Okay. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ലാസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് കൾച്ചർ മാനേജ്മെന്റ് ആണ്. കൾച്ചർ മാനേജ്മെന്റിൽ നമുക്കറിയാം എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള കുറെ ഇതുകളുണ്ട് അല്ലെ, മൂല്യത്തോട് കൂടിയിട്ടായിരിക്കും അത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് സ്വാഭാവികമായിട്ടും ചില ജനറ്റിക് ആയിട്ട് തന്നെ കുറെ മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും അല്ലെ വളർന്നു വരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ആ മൂല്യങ്ങൾ ആ മനോഭാവങ്ങളൊക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെ വ്യത്യസ്ത എംപ്ലോയീസ് ആയിരുന്നു. അവിടെ ആചാരങ്ങളും നിയമങ്ങളും കുറെ അനുഷ്ഠാനങ്ങൾ അല്ലെ നമുക്കറിയാം. ഒരു ഓർഗനൈസേഷനിലെ ക്രിസ്ത്യൻസ് മാത്രമോ മുസ്ലിംസ് മാത്രമോ അല്ലെങ്കിൽ ഹിന്ദുസ് മാത്രമോ ഒന്നല്ല വർക്ക് ചെയ്യുന്നത് അല്ലേ, ശരിയല്ലേ അല്ലേ? ഓക്കെ, വ്യത്യസ്ത തരത്തിലുള്ള മൂല്യങ്ങളും മനോഭാവങ്ങളും ഇതേമാതിരി തന്നെ ആചാരങ്ങളൊക്കെ അല്ലെ അനുഷ്ഠിക്കുന്ന എംപ്ലോയീസ് ആണ് അവിടെ വർക്ക് ചെയ്തത്. നമ്മുടെ കൾച്ചർ, അതായത് നമ്മുടെ റീജിയനുമായി ബന്ധപ്പെട്ട അല്ലെ വ്യത്യസ്തമായിട്ടുള്ള റീജിയനിലൊക്കെ ഉള്ളവരാണ് അവിടെ വർക്ക് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവരും ഒരുപോലെ തന്നെ അല്ലെ അവിടെ എല്ലാവരും ചിന്തയും പെരുമാറ്റവും എല്ലാം തന്നെ ഓക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് തന്നെ മൂല്യം കൊടുത്തുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്ത് പോകണം. സോ അതിനനുസരിച്ചിട്ടുള്ള കൾച്ചർ അല്ലെ സംസ്കാര രീതി നമുക്കറിയാം. ഓണം വരുമ്പോഴും ഒരു ഓർഗനൈസേഷനിൽ ഓണം ആഘോഷിക്കും, ക്രിസ്മസ് വരുമ്പോഴും ചിലപ്പോൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ആയിട്ട് അതും ആഘോഷിക്കും അല്ലെ. അങ്ങനെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിലാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിലനിൽക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ടും തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ HR ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ടുള്ള സമയമായിട്ട് ആൾക്കാർക്ക് അവർക്ക് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം പല പല കാര്യങ്ങളും HR ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഓരോന്നും സ്പെഷ്യലായിട്ട് തന്നെ അവിടെ കൃത്യമായിട്ട് പറയുന്നു പോകുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കാം, എവിടെയെങ്കിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഇതിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാട്ടോ. കാരണം ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് എങ്കിലും അത് ഏത് മാനേജ്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. ഓക്കെ, നമ്മള് ലാസ്റ്റ് പറഞ്ഞതാണെങ്കിലും മൂല്യങ്ങൾക്ക് മാറ്റിറ്റൂഡിനും ആചാരങ്ങൾ റിച്വൽസ് ആൻഡ് സാങ്ഷൻസ് ഒക്കെ ഇതൊക്കെ ഏത് മാനേജ്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത് എന്നപ്പോൾ അവിടെ ഓപ്ഷനിൽ നമുക്കറിയാം പലതരത്തിലുള്ള മാനേജ്മെന്റുകൾ വരും. ഓക്കെ, ഇതില് ഇൻക്ലൂഡഡ് അല്ലാത്തത് ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഏതെങ്കിലും മാനേജ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നതിന്റെ ഒപ്പം മറ്റേതെങ്കിലും മാനേജ്മെന്റിന്റെ ഒക്കെ ഉൾപ്പെടുത്തി വരാം. ഓക്കെ, അപ്പൊ എല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അല്ലെ. റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇൻഫോർമേഷൻ എന്താണെന്നുള്ളത് അറിയാം. ട്രെയിനിങ്, റിച്വൽ ആചാരം, അതായത് നമ്മള് മതാധിഷ്ഠിതമായിട്ട് നമ്മളതാണ് ഞാൻ കോഴ്സ് ചെയ്ത് പറഞ്ഞത്. റിലീജിയൻ വരുമ്പോൾ അല്ലെ വ്യത്യസ്ത മതങ്ങളാണ്. സോ അതനുസരിച്ചിട്ടുള്ള ആചാരങ്ങൾക്ക് വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെല്ലാം തന്നെ ഒത്തൊരുമിച്ച് പോകണം അല്ലെ. നമ്മള് പൊതുവെ എല്ലാവരും കേരളീയര് പ്രത്യേകിച്ചും ഒന്നിച്ച് തന്നെ നിൽക്കാനായിട്ട് തയ്യാറാവുന്നതാണ്. സോ അവിടെ എവിടെയെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസിനെ ബാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഏതെങ്കിലും പോയിന്റ്സുകള് ഒക്കെയാണ്. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പോ നെക്സ്റ്റ് ഡേയില് ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാം. വായിച്ചിട്ട് വരാൻ തന്നെ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.